വെൽക്കം ബാക്ക് ടു എൻവി സ്റ്റഡീസ്. ദിസ് ഇസ് വിഷ്ണു. നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന പ്ലേസിലെ ചാലിക്കര AVT റബ്ബർ എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകേണ്ടത് വളരെ മനോഹരമായ റബ്ബർ എസ്റ്റേറ്റിൽ കൂടെയാണ്. രണ്ട് സൈഡിലും റബ്ബറും നടുക്ക് റോഡും നല്ലൊരു കാഴ്ച തന്നെയാണിത്. ഇവിടുത്തെ അക്വഡേറ്റും ചാലിക്കര റിവറും വളരെ പ്രകൃതി രമണീയമായൊരു പ്ലേസാണ്. ഇവിടെ തിരക്കധികം ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു പ്ലേസ് കൂടിയാണിത്. നിങ്ങൾക്കിവിടെ എത്താനായി പുനലൂരിൽ നിന്നും നെല്ലിപ്പള്ളി വിളക്കൂട്ടം വഴി എത്താം. അതുപോലെ തന്നെ KSRTC ബസ്സും അവൈലബിൾ ആണ്. ബട്ട് ലിമിറ്റഡ് സർവീസസ് മാത്രമേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻവി സ്റ്റഡീസ്. ദിസ് ഇസ് വിഷ്ണു. നമ്മൾ ഇന്നുള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന പ്ലേസിലെ ചാലിക്കര എന്ന് പറയുന്ന പ്ലേസിലാണുള്ളത്. നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയയാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇതാണ് അക്വഡേറ്റ് പാലം എന്നാണ് പറയുന്നത്. ഇവിടെ പാലമാണ്, ദൂരെ ഒരു പാലമാണ് നമുക്ക് കാണുന്നത്. ഈ പാലത്തിനകത്ത് ഫോട്ടോഷൂട്ട് ഇവിടെയാണ് മെയിനായിട്ട് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു ഏരിയ തന്നെയാണ്. വളരെ ശാന്തമായും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഏരിയയാണ്. നമുക്കിതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോഷൂട്ടിനായിട്ടുള്ള ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻലി കല്യാണത്തിന് ഫോട്ടോഷൂട്ട് എടുക്കുന്നവരാണ് മെയിൻലി ഇവിടെ വരുന്നത് തന്നെ. എങ്ങോട്ട് നോക്കിയാലും നല്ല ഫോട്ടോഷൂട്ടാണ്, നല്ല വ്യൂ ആണ്. നല്ല ഒരു ക്ലാരിറ്റി ക്യാമറ കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ഫോട്ടോസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ അക്വഡേറ്റ് പാലമുള്ളത് AVT റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുക്കാണ്. AVT റബ്ബർ എസ്റ്റേറ്റാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫാക്ടറി, AVTയുടെ റബ്ബർ ഫാക്ടറിയൊക്കെ നമുക്ക് കാണാം. അതാണ് AVTയുടെ റബ്ബർ ഫാക്ടറി. ഇത് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. അതുപോലെ തന്നെ വൺ ഡേ ട്രിപ്പിനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ സ്യൂട്ടബിൾ ആയിട്ടൊരു പ്ലേസ് തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു റിവറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ റിവറിൽ ഇറങ്ങാം, കുളിക്കാം. നല്ല രസമാണ്, നല്ല സുഖമുള്ളൊരു ഒരു നല്ല പ്രകൃതി രമണീയമായൊരു പ്ലേസ് തന്നെയാണിത്. തീർച്ചയായും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് മാമ്പഴത്തറ ടെമ്പിൾ ഉള്ളത്. മാമ്പഴത്തറ വളരെ ഫേമസ് ആയ ഒരു ടെമ്പിൾ തന്നെയാണ് മാമ്പഴത്തറ. കാട്ടിനുള്ളിലെ ഒരു ക്ഷേത്രമാണത്. അതിപ്പോൾ നമ്മൾ പോകുന്ന വഴി, ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡും കാടാണ്. ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു കാട്ടിൽ കൂടെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്താണ് തെമ്മല എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ തെമ്മല, എക്കോ ടൂറിസം ഒക്കെ ആയിട്ട്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൺ ഡേ ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. മാമ്പഴത്തറ ക്ഷേത്രം, തെമ്മല, ഈ അക്വഡേറ്റ്, ഇവിടുത്തെ ഫോട്ടോ പോയിൻറ്റ്, ഇവിടുത്തെ റിവറുണ്ട്. അപ്പം അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത്
ഇതാണ് ചാലിക്കര റിവർ. അധികം ടൂറിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. മഴക്കാലത്ത് നിങ്ങൾ മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വെള്ളം എപ്പം വേണമെങ്കിലും വെള്ളം ഉയരാനുള്ള ചാൻസസ് കൂടിയുണ്ട്. സോ സൂക്ഷിക്കുക. ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ എല്ലാവിധ സ്ട്രെസ്സിൽ നിന്നും റിലീഫ് ആകാനുള്ള ട്രിപ്പ് കൂടിയാകും ഇത്. ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെയും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഔട്ട്.